ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 195 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത ആണ്. ഹോസ്റ്റ് ഞാൻ തന്നെയാണ്, കോർഡിനേറ്റർ. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഗിരിജ ടീച്ചറാണ്. ശ്രീമതി ലക്ഷ്മണൻ മാസ്റ്റർ എന്ന് തന്നെ പറയണം. ഗിരിജ ലക്ഷ്മണൻ, കണ്ണൂരാണ്. ടീച്ചറെ, ഞാനിപ്പോൾ ഓങ്കാരം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ. 10 മിനിറ്റ് വായിക്കുക, 12-15 മിനിറ്റ് അനുഭവങ്ങൾ പറയുക. സായിരാം. സായിരാം. ഓ ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ശ്രീമതി ഗിരിജ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണേ. വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വായിച്ചോളൂ. സായിരാം. ഞാൻ ഗിരിജ. കാണുന്നില്ലേ ശരിക്ക്? ഞാൻ ഗിരിജ, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി സമിതിയിലെ ഒരു മെമ്പർ. ഹൈസ്കൂൾ മാത്സ് ടീച്ചറായി വർക്ക് ചെയ്തു. അവിടെ നിന്ന് HM ആയി റിട്ടയർ ചെയ്തു. ഞാനിന്ന് ഓണാക്കാൻ പറ്റുന്നില്ലേ വീഡിയോ? കുറച്ചു നേരം എങ്ങനെ ഒന്ന് ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഒന്ന് കണ്ടിട്ട്. വീഡിയോ ഇനി വായിക്കട്ടെ. വായിച്ചോളൂ. ഞാൻ വായിക്കുന്നത് ശ്രീ സത്യസായി വാണി 9ാം ഭാഗത്തിലെ 9ാമത്തെ അധ്യായമാണ്. ബോംബെ സ്വാമി ധർമ്മക്ഷേത്രത്തിൽ നിന്ന് 16/5/69 നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. കഥ പറയുന്ന നാവ്. സൗമ്യമായും മധുരമായും വേണം നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുവാൻ. നിങ്ങൾക്ക് കാക്കയുടെ ശബ്ദം ഇഷ്ടമാണോ? അത് കാ കാ എന്ന് ശബ്ദിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിനെ ഓടിച്ചു കളയുന്നു. അതിൻ്റെ ശബ്ദം പരുക്കനാണ്, ചെവിക്ക് സഹിക്കാൻ കഴിയാത്തത്. കുയിൽനാദം നിങ്ങൾ കേട്ടു കാണുകയില്ലേ? കുയിൽ രൂപം കൊണ്ട് കാക്കയെ പോലെയാണ്. കാക്കയുടെ കൂട്ടിൽ കാക്കക്കുഞ്ഞുങ്ങളുമൊത്താണ് അവ വളരുന്നത്. തള്ളക്കാക്ക അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഇവക്കും തീറ്റ കൊടുക്കുന്നു. പക്ഷേ കുയിലിനെ ആരും കല്ലെറിഞ്ഞ് ഓടിക്കുന്നില്ല. അവയുടെ മധുരഗാനം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. സൗമ്യമായി മധുരമായി പറയണം, അപ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടും. കണ്ണ് കാണുവാനും കാത് കേൾക്കുവാനും മൂക്ക് മണം പിടിക്കുവാനും ത്വക്ക് ഒരു സാധനം ദൃഢമായതോ മൃദുവായതോ എന്നറിയുവാനും നാവ് രുചി അറിയുവാനും ഉള്ളവയാണ്. ഇവയെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. 5നും ഓരോ പ്രവൃത്തിയുണ്ട്. ഓരോന്നിനും ഒന്നേ ചെയ്യുവാൻ വിധിച്ചിട്ടുള്ളൂ. കണ്ണിനും ശ്രവണത്തിനും ഘ്രാണത്തിനോ രുചിക്കാനോ സാധ്യമല്ല. ചെവിക്ക് കാണുന്നതിനോ മണം പിടിക്കുന്നതിനോ ഒരു സാധനം സ്പർശിച്ച് മൃദുവോ ദൃഢമോ എന്ന് പറയുവാനോ
കഴിയില്ല. നാവിന് ഈശ്വരൻ 2 പ്രധാന തൊഴിലുകളാണ് നൽകിയിരിക്കുന്നത്. നാവിനെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല. അതിന് ഒന്നല്ല 2 പ്രവൃത്തികളുണ്ട്. നാവിന് വിഭു അരുളിയിരിക്കുന്ന 2 പ്രവർത്തനങ്ങളും പ്രധാനപ്പെട്ടവയാണ്. അതിൻ്റെ ആദ്യ വൃത്തി അല്പം ആലോചിച്ചു നോക്കൂ. രുചി നോക്കാൻ. എന്തിനെങ്കിലും ദുസ്വാദുണ്ടെങ്കിൽ നിങ്ങളത് ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് അസുഖമാണെങ്കിൽ നാവ് ദുസ്വാദ് അറിയിച്ചാലും മരുന്ന് തീർച്ചയായും നിങ്ങൾ കഴിക്കുന്നു. കയ്പുള്ളതെല്ലാം നിങ്ങൾ തുപ്പിക്കളയുന്നില്ല. നിങ്ങളുടെ രോഗം വേഗത്തിലും പൂർണ്ണമായും സുഖപ്പെടുത്തുന്നതിന് അവ ഉപകരിക്കും. മറ്റൊരു കാര്യം കൂടി ഓർക്കുക. രുചിയുള്ള സാധനം നിങ്ങളുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ ചേരുന്നതായിരിക്കില്ല. നാവ് നിങ്ങളോട് പറയുന്നു ഒരു സാധനം കയ്പോ മധുരമോ ഉപ്പോ ഉള്ളതാണെന്ന്. നിങ്ങൾക്ക് പറ്റിയതോ പറ്റാത്തതോ എന്ന് നാവിന് നിർദ്ദേശിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അമിതമായി കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ദേഹത്തിന് സുഖമില്ലെങ്കിൽ മനസ്സ് ക്ഷീണിക്കും, മസ്തിഷ്കം ശരിയായി പ്രവർത്തിക്കുകയുമില്ല. സംസാരമാണ് നാവിൻ്റെ 2ാമത്തെ പ്രവർത്തനം. നിങ്ങളുടെ ചിന്തക്കും ആശയങ്ങൾക്കും അനുഭൂതികൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സുഖദുഃഖങ്ങൾക്കും സ്വതന്ത്ര ആവിഷ്കാരം നൽകാനുള്ള ഉപകരണമാണ് നാവ്. കോപം വന്നാൽ കടുത്ത വാക്കുകൾ ഉറക്കെ വിളിച്ചു പറയുവാൻ നിങ്ങൾ നാവ് ഉപയോഗിക്കുന്നു. സന്തുഷ്ടരാണെങ്കിൽ സൗമ്യമായ പദങ്ങൾ തുഷ്ടി നൽകുന്ന സ്വരത്തിൽ പറയുവാൻ അതേ നാവ് നിങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ നാവ് നിങ്ങളുടെ നന്മക്കും മറ്റുള്ളവരുടെ ക്ഷേമത്തിനും മാത്രമായി ഉപയോഗിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. മറ്റൊരാളോട് പരുഷമായി നിങ്ങൾ സംസാരിച്ചാൽ അയാളും ഉറക്കെ പരുക്കനായി സംസാരിക്കും. കോപം നിറഞ്ഞ വാക്കുകൾ കൂടുതൽ പ്രകോപിത വാക്കുകൾക്ക് കാരണമായി ഭവിക്കും. മറിച്ച് നിങ്ങൾ അലിവും മധുരവുമായ വാക്കുകൾ നിങ്ങളോട് കോപമുള്ള ഒരാളോട് ഉപയോഗിച്ചാൽ അയാൾ സാന്ത്വനപ്പെടുന്നു. തൻ്റെ നാവ് പ്രകോപിതമായി ഉപയോഗിച്ചതിൽ അയാൾ ദുഃഖിക്കും. അലറാതിരിക്കുക. ആവശ്യത്തിലധികം സംസാരിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ സംസാരിക്കാതിരിക്കുക. നിങ്ങൾ ഒരാളോടോ ഒരു പറ്റം സുഹൃത്തുക്കളോടോ സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്കോ ആവശ്യമുള്ളത്ര മിതമായ സ്വരത്തിൽ ശബ്ദമുയർത്തിയാൽ മതി. എന്തിന് നിങ്ങളുടെ ഊർജം ആവശ്യത്തിലധികം ഉച്ചത്തിൽ സംസാരിച്ച് പാഴാക്കുന്നു? മറ്റൊരാൾക്ക് നേരെ ചീത്ത വാക്ക് ഉപയോഗിക്കരുത്. അത്തരം വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് ഉയരാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ കാതിൽ അത് കടക്കാതിരിക്കട്ടെ. ഹൃദയനിവാസിയായ ഈശ്വരൻ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഉള്ളിലുണ്ടെന്ന് ഓർക്കുക. ഭഗവാൻ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. എൻ്റെ തല, എൻ്റെ കൈകൾ, എൻ്റെ കണ്ണ്, എൻ്റെ മനസ്സ്, എൻ്റെ ആശയം എന്ന് നിങ്ങൾ പറയാറില്ലേ? ദേഹവും മനസ്സും മസ്തിഷ്കവും സ്വകീയമായി കരുതുന്ന ആരാണ് ഞാൻ? നിങ്ങളിലുള്ള ഈശ്വരൻ്റെ ജ്യോതിർബിന്ദുവാണ് ആ ഞാൻ. ഈ തേജസ് എല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കർക്കശവും കോപവും ക്രൂരവും സഭ്യതരവുമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലുള്ള ഈശ്വരനെയും അവരിലുള്ള ഈശ്വരനെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നാവ് ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങളെയും അന്യരെയും നിങ്ങൾക്ക് ആ നാവ് കൊണ്ട് ഉപദ്രവിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കനിവാർന്ന വാക്കുകളും ഈശ്വരനാമവും വിഭുവിൻ്റെ നാമാവർത്തനവും സ്തുതിഗീതങ്ങളും പ്രാർത്ഥനയും നടത്തുന്നതിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നിയോഗമായിരിക്കും അത്. നാവിനെപ്പറ്റി അല്പം കൂടി ഞാൻ പറയട്ടെ. നാവിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുവാൻ സാധിക്കും. നാവ് അതിൻ്റെ വീട് വിട്ട് പുറത്തു വരുന്നത് അപൂർവ അവസരങ്ങളിൽ മാത്രം. ശാന്തമായി അത് വീട്ടിനുള്ളിൽ കഴിയുന്നു. അതിൻ്റെ പരിധികൾ അതിനറിയാം. അലഞ്ഞു നടക്കുവാൻ അതിനാഗ്രഹമില്ല. ഈ പാഠം നിങ്ങളതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. വീട്ടിൽ നിങ്ങൾ ഏകാഗ്രതയോടെ പ്രയോജനപ്രദമായി തീരട്ടെ. മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും സഹായിക്കൂ. തെരുവീഥികളിലൂടെ കൂടി ലക്ഷ്യവും പ്രയോജനവുമില്ലാതെ അലയാൻ ഇടവരാതിരിക്കട്ടെ.
മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ തള്ളിക്കയറി അവരെ ഉപദ്രവിക്കാതിരിക്കൂ. നമ്മുടെ നാവ് മറ്റു വായകളിലേക്ക് പോകുന്നില്ല, അത് അതിൻ്റെ ഗൃഹത്തിൽ തന്നെ കഴിയുന്നു. സ്വന്തം വീട് വിട്ടലയുന്നത് ഉചിതമല്ല. അലസമായി നടന്നും ഇരുന്നും വഴിപോക്കരെ പാർത്തും സമയം പാഴാക്കരുത്. നിങ്ങളുടെ ശിക്ഷിത ശൈലി കൊണ്ട് വീട്ടിലും വിദ്യാലയത്തിലും സൽപ്പേര് നേടണം. സായിറാം. മതി. സൈലം ഗിരിജയുടെ വീഡിയോ ഓൺ അല്ല, ഫോട്ടോ കാണുന്നില്ല. അപ്പൊ ഇനിയെങ്കിലും ഓൺ ചെയ്തിട്ട് അനുഭവങ്ങൾ പറയും. സൈലം ഇപ്പം കാണുന്നില്ല. അതെന്താണ് ഓൺ ആവാത്തതെന്ന് മനസ്സിലാവണില്ല. ചിലപ്പോ ഇത് ശരിക്ക് കേൾക്കൂല, അതാണ്. ആ അത് ശരി. ഓൺ ചെയ്ത് പക്ഷെ അല്ല, ഒരു 2-3 മിനിറ്റ് ഓൺ ചെയ്ത് ആരാണെന്ന് കണ്ടിട്ട് ഓഫ് ചെയ്തോളൂ. ശരി ശരി ശരി. ഇപ്പം കാണുന്നുണ്ടോ? നമുക്ക് ആരാണ് പറയുന്നതെന്ന് ഒന്ന് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ശരി ശരി. എന്നാൽ ഇനി ഓഫ് ആക്കട്ടെ, അല്ലെ ക്ലിയർ ആവൂല, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ മാഷിന്റെ ഫോണിൽ എടുത്തോളൂ. ഓണല്ല, വീഡിയോ ഓൺ ചെയ്തിട്ടില്ല ഇപ്പോഴും. അതെ, ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണായിട്ടാ. കാണുന്നില്ല, മനസ്സിലാവുന്നില്ല എന്താന്ന്. അതാ. മാഷിന്റെ ഫോണിലോട്ട് എടുത്തോളൂ. മാഷിന്റെ ഫോണൊന്ന് കൊടുക്കോ? ഇതില് ഗിരിജയുടെ ഫോട്ടോ വരുന്നില്ല. ഇപ്പം കാണുന്നുണ്ട? ഇപ്പോഴും കാണുന്നില്ല. എന്നാ ശരി, വായിക്കട്ടെ, പറയട്ടെ ഇനി അനുഭവം. സാരമില്ലല്ലോ, കണ്ടിട്ടില്ലേ. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓം ശ്രീ സായിറാം. ഭഗവാൻ കേൾക്കുന്നില്ലേ? സായിറാം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. പറഞ്ഞോളൂ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സായിറാം. ഭഗവാന്റെ പരമകാരുണ്യം കൊണ്ടും അച്ഛനമ്മമാരുടെ മാഹാത്മ്യം കൊണ്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഭഗവാനെ കാണുവാനും അമ്മയുടെ കൂടെ ഇന്റർവ്യൂ ലഭിക്കുവാനും ഇടയായിട്ടുണ്ട്. ആത്മീയത എന്തെന്നോ ദൈവികത എന്തെന്നോ വേർതിരിവില്ലാത്ത ഒരു പ്രായത്തില് ഭഗവാൻ അമ്മയോട് ഇന്റർവ്യൂ മുറിയിൽ നിന്ന് എന്താണമ്മ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വാമിയോടമ്മ പരാതി പറയുന്ന രീതിയിൽ, ഇവരൊന്നും പഠിക്കുന്നില്ല സ്വാമി എന്നാ പറഞ്ഞത്. അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു, നല്ല പോലെ പഠിച്ച് പാസ്സാമ്മ എന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ സ്വാമി പറഞ്ഞത് കൊണ്ട് മാത്രമായിരിക്കാം പിന്നീട് ഞാൻ പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടീച്ചറായി തീർന്നത്. സ്വാമിയുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അമ്മയും വളരെ ഒരു സമ്മർദ്ദത്തിലായിരുന്നു. എന്തൊക്കെയോ വിചാരങ്ങൾ അമ്മയെ മതിക്കുന്നുണ്ടായിരുന്നു. സ്വാമി അമ്മയെ നോക്കി പറഞ്ഞ്, എന്തിനാണമ്മ ബേജാറാവുന്നത്, കയ്യിൽ പണമുണ്ടല്ലോ എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി. കയ്യിലുള്ള കാശൊക്കെ അമ്മ ഒരു കർച്ചീഫിൽ ചുരുട്ടി കയ്യിൽ വെച്ചതായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അമ്മയുടെ ആ ബേജാറും സമ്മർദ്ദമൊക്കെ ഇല്ലാണ്ടായി. അന്നൊക്കെ നമ്മള് അഞ്ചരക്കണ്ടിയിൽ നിന്ന് അന്ന് 1965 തോന്നുന്നു, ഒരു സ്പെഷ്യൽ ബസ്സിൽ ഞങ്ങള് പുട്ടവർത്തിയിൽ പോയിരുന്നു. അതൊരു ഓണത്തിനായിരുന്നു. എല്ലാവരെയും സ്വാമി ആ മുറി ഇന്റർവ്യൂവിലെ ഇപ്പുറമുള്ള ആ മുറിയിൽ വിളിച്ച് എല്ലാവരോടും ഓരോ രസവും തമാശയും ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെ ഭഗവാനെ അടുത്ത് തന്നെ കുറേ സമയം കാണാനുള്ള അവസരം സ്വാമി തന്നിട്ടുണ്ട്. പിന്നെ അന്ന് പുട്ടവർത്തിയിൽ നിന്ന് മടങ്ങുമ്പോ എപ്പോഴും നമ്മള് സ്വാമിയോട് അനുവാദം ചോദിക്കൂ. അങ്ങനെ ഒരു തവണ സ്വാമിയോട് അനുവാദം ചോദിച്ചപ്പോ സ്വാമി പറഞ്ഞ്, പോയിക്കോളൂ,
പക്ഷെ നിങ്ങൾക്ക് വഴിയിൽ വേറെ പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു സ്വാമി. ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ല സ്വാമി. പക്ഷെ ശ്രീരംഗപട്ടണത്ത് ഞങ്ങളെ ബസ് എത്തിയപ്പോൾ ചിലർ പറഞ്ഞ് നമുക്കൊന്ന് വൃന്ദാവനത്തിൽ പോയാലോ. എല്ലാവരും അതിനോട് യോജിച്ചു. വൃന്ദാവനത്തിൽ മണിക്കൂറുകൾ ഞങ്ങൾ ചെലവഴിച്ചു. നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമി അത് കണ്ടിരുന്നു. ഭൂതവും ഭാവിയും വർത്തമാനവും സ്വാമിക്കറിയും. പിന്നെ നമ്മള് സമിതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, നമ്മളെ സമിതിയിൽ ബിൽഡിംഗ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഭജനയും. അതുപോലെ ആഴ്ചയിൽ ആ സമയത്തെ 2 നഗര സങ്കീർത്തനം വീട്ടിൽ നിന്നാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഒരിക്കല് ഭഗവാന്റെ ബർത്ത്ഡേ വളരെ വിപുലമായി ഒരു ദിവസം ഫുള്ളായിട്ട് വീട്ടിൽ തന്നെ ആഘോഷിച്ചു. പ്രസിദ്ധ സാഹിത്യകാരനായ കുട്ടിക്കൃഷ്ണമാരാറായിരുന്നു പ്രധാന പ്രഭാഷകൻ. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയ. പിന്നെ വേറൊരു സംഭവം, ആദ്യം തന്നെ അച്ഛനാണ് പുട്ടവർത്തിയിലേക്ക് പോയത്. അത് ഒരു തവണ സ്വാമിയുടെ അടുത്ത് വൈറ്റ് ഫീൽഡിലായിരുന്നു ഭഗവത് ദർശനത്തിനായി പോയത്. ഭഗവാൻ അച്ഛന് പാദ നമസ്കാരം കൊടുത്തു. അപ്പൊ സ്വാമിയെ നമസ്കരിക്കുമ്പോ അങ്കിയോടെയാണ് അച്ഛന് നമസ്കരിക്കാൻ കിട്ടിയത്. അപ്പൊ അച്ഛൻ പറഞ്ഞ ഭഗവാൻ മനസ്സിൽ മാത്രം വിചാരിച്ചു, സ്വാമീന്റെ കാല് ശരിക്ക് കണ്ടില്ലല്ലോ എന്ന്. ഉടനെ തന്നെ അച്ഛൻ വിചാരിക്കുമ്പോ തന്നെ ഈ അങ്കി സ്വാമി കൈകൊണ്ട് കുറച്ച് കയറ്റി പാദം ശരിക്ക് നമസ്കരിക്കാൻ പറ്റി. പിന്നെ അച്ഛനോട് പറഞ്ഞു, നിനക്ക് സുഖമില്ല. അച്ഛന് നല്ല വയറിളക്കം ഉണ്ടായിരുന്നു പോലും ആ സമയത്ത്. തനിക്ക് സുഖമില്ല, തൻ്റെ മക്കൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുവിധം സുഖമായപ്പോ ഭഗവാനോട് അനുവാദവും വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ അമ്മയും ഞങ്ങൾ മക്കളെല്ലാം പനി പിടിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ചുരുക്കി പറയാ. പിന്നെ വേറൊരു സംഭവം, ഞാൻ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ കേരളത്തില് സെലക്റ്റഡ് ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു സമ്മർ കോഴ്സ് അല്ല, ഒരു മിനി കോഴ്സ് 10 ദിവസം എറണാകുളം മഹാരാജാസ് കോളേജിൽ 10 ദിവസത്തെ ഒരു മിനി സമ്മർ കോഴ്സ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന സബ്ജക്റ്റിനെ ആധാരമാക്കി വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ ആൾക്കാരായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. അതിൽ ചിലര് ഒന്ന് VK ഘോകക്ക്, പ്രൊഫസർ രാജരത്നം, വൈദ്യലിംഗ ശർമ്മ, പിന്നെ G ശങ്കരക്കുറുപ്പ്, പിന്നെ പനോളി മുതലായവരുണ്ടായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അത്. അപ്പം കോഴ്സ് ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ സംഘാടകരൊക്കെ പറയണ്ട, എന്തായാലും ഭഗവാൻ വരും എന്ന് സമ്മതിച്ചിരുന്നു. ഭഗവാൻ എന്തായാലും വരും എന്നിങ്ങനെ ഞങ്ങളെ എല്ലാവരെയും അറിയിച്ചിരുന്നു. അപ്പോൾ ഭക്തന്മാർ ഭഗവത് ദർശനത്തിന് വരുമ്പോൾ കൊടുക്കാനായി നമ്മളെല്ലാം വിഭൂതി എല്ലാം പാക്ക് ചെയ്തു. ഒടുവിൽ കോഴ്സ് തീരാറായ 2 ദിവസം മുമ്പേ ഭഗവാൻ ഒരു സന്ദേശവുമായിട്ട് പ്രൊഫസർ കസ്തൂരിയെയാണ് കോളേജിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അത് നമ്മളെല്ലാം സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്ത് കസ്തൂരി ഞങ്ങളെ വായിച്ചറിയിച്ചു. 1000 വരികളൊന്നും എല്ലാം ഒന്നും ഓർക്കുന്നില്ല, പക്ഷെ നമുക്ക് വളരെ സ്വാമി വന്ന പോലെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു അന്ന്. പിന്നെ എൻ്റെ ചെറുതിലുള്ള പ്രാർത്ഥന എന്തായിരുന്നു വെച്ചാൽ, എൻ്റെ വീട്ടിൽ ചെറുതിലെ സ്വാമിയുടെ പരിപാടിയും പിന്നെ ഇപ്പോൾ ഇതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കൽ. അതുകൊണ്ട് ഭഗവാനെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയാൽ ഞാൻ എങ്ങനെയാ ഇനി മറ്റു രീതിയിൽ ജീവിക്കുക എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബാംഗങ്ങളും എല്ലാ സായി ഭക്തന്മാരായ ഒരു കുടുംബത്തിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത്. അതുകൊണ്ട് ഭജനയിലും നഗര സങ്കീർത്തനത്തിലും തുടർന്നും പങ്കുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവ് അധ്യാപകൻ, എല്ലാവർക്കും അറിയാലോ, അധ്യാപകനാണ്. അതിനെല്ലാം പുറമെ ഒരു ബാലവികാസ് ഗുരുവാണ്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീ രാജൻ മാസ്റ്ററെയും ചിലർക്കൊക്കെ അറിയായിരിക്കും. ഭർത്താവ് ലക്ഷ്മണൻ മാസ്റ്റർ അഞ്ചരക്കണ്ടി സ്കൂളിൽ വെച്ച് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 എന്നീ ക്ലാസ്സുകൾ എടുത്തിരുന്നു. ധാരാളം കുട്ടികളെ ഗ്രൂപ്പ് 3 പരീക്ഷയ്ക്ക് എഴുതി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ DP ആയിരുന്ന ഡോക്ടർ വിനയൻ
ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റേറ്റ് ഇൻചാർജ് ആയിരുന്ന രാംദയാല്, അസിസ്റ്റന്റ് ആയിരുന്ന സജിത്ത്, പിന്നെ സുരേഷ് ബാബു, ഇങ്ങനെ പിന്നെ ഒരു ഡെപ്യൂട്ടി DM ആയ ഷാജി എന്നിവർ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില ബാലിക സ്റ്റുഡൻസ് ആണ്. പിന്നെ പുട്ടവർത്തിയിൽ നടന്ന ബാലവാസ് ക്യാമ്പുകളിലും റാലിയിലും ഒക്കെ കുട്ടികളെ കൊണ്ട് ഭർത്താവ് പോകുമായിരുന്നു. അങ്ങനെ ബാലവാസിലും പിന്നെ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം ഭഗവാനിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം ഞാനിവിടെ പ്രസ്താവിക്കുന്നത്, നമ്മുടെ മൂത്ത മകൾ ഗായത്രി 3.5 വയസ്സായപ്പോൾ ഭഗവാൻ അരിയിൽ എഴുതിച്ചു. ഭർത്താവിൻ്റെ മടിയിൽ പ്രശാന്തിലയത്തിലെ പൂഴിയിലെ മുറ്റത്ത് സ്ലേറ്റും ചോക്കും പിടിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഉണ്ടായത്. ദർശനത്തിന് വന്ന് സ്വാമി അവളുടെ തലയിൽ അക്ഷതം സൃഷ്ടിച്ചിട്ട് സ്ലേറ്റ് വാങ്ങി ഓമൻ എഴുതി കൊടുത്തു. അത് 39 വർഷം മുമ്പായിരുന്നു. പിന്നെ അവൾക്ക് ഇന്ന് 42 വയസ്സ് ആയി. അതുപോലെ രണ്ടാമത്തെ മകൾ വിദ്യ വീട്ടിൽ നിന്ന് ഭജന കഴിഞ്ഞാൽ എപ്പം ധാരാളം വിഭൂതി എടുത്ത് കഴിക്കുമായിരുന്നു. അവളെയും 2 വർഷം കഴിഞ്ഞ് അരിയിൽ എഴുതാൻ കൊണ്ടുപോയി. ഭഗവാൻ സ്ലേറ്റിൽ ഒരുപാട് എഴുതുന്നതിന് പകരം ധാരാളം വിഭൂതി സൃഷ്ടിച്ച് സ്ലേറ്റിൽ ഇടുകയും ചെയ്തു. അവളുടെ നെറ്റിയിൽ തൊടുകയും ചെയ്തു. പിന്നെ ഈ കുട്ടികൾക്ക് യൂത്ത് ക്യാമ്പിന് പങ്കെടുക്കാനും സ്വാമിക്ക് പൂവ് സമർപ്പിക്കാനും എല്ലാം ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് 2000 മുതൽ തന്നെ സ്റ്റേറ്റ് ഭാരവാഹിയായി ആയതിനെ പ്രശാന്തി നിലയത്തിലെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്ത ശേഷം പ്രശാന്തിയിലെ സേവയ്ക്ക് എല്ലാ വർഷവും 2 വർഷം ഞാനും പങ്കെടുക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ 2025 ജനുവരിയിൽ സേവയിൽ പങ്കെടുക്കാൻ സ്വാമി അനുഗ്രഹിച്ചു. ഭഗവാന്റെ കൃപക്കും അനുഗ്രഹത്തിനും ഇനിയും ഭഗവാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം സ്വാമിയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സായിറാം. ഗിരിജ, വളരെ മനോഹരമായിരുന്നു. വളരെ അനുഗ്രഹീതമായ ഫാമിലി. സന്തോഷം. നമുക്ക് പരിചയപ്പെടാൻ ഇടയായതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭഗവാന്റെ ഇനി ഒരു ഭജന പാടണേ. ഇപ്പോഴാണ് ആളെ കണ്ടത്. അവിടെ കണ്ടിട്ടുണ്ട്, പുട്ടവർത്തി കണ്ടിട്ടില്ല. ഭഗവാന്റെ പ്രസന്റേഷൻ തരുമോളെ സംഗീത? శివుని యొక్క స్వరూపమునందే సృష్టి యొక్క రహస్యమంతయును స్పష్టమవుతున్నది. The entire secret of creation can be seen in the very form of Shiva. తలనందుండినటువంటి నెలవంక జీవిత చైతన్యమునకు, the moon which is there on the head of Shiva, it is consciousness to these people. తలపై నుండినటువంటి యొక్క గంగ ప్రాణాధారమునకు, the Ganges which flows from his head gives sustenance to life. శివుని దేహమునందు ఉండినటువంటి యొక్క పాములు ప్రాణకోటికి సంకేతములు. The snakes which adorn the body of Shiva are indicating of the human life. తాను ఉన్నది వెండి కొండ. He lives in the silver mountain. తన ఆప్తమిత్రుడు ధనాధిపతి అయిన కుబేరుడు. His bosom friend is the Lord of wealth, Kubera. ఇన్ని ఉండియు ఈశ్వరుడు ఆది పిచ్చకుడుగా మారుటకు కారణమేమి? In spite of having all these things, he goes begging from house to house. What is the significance of it? ధన కనక వస్తువాహనాదులు దివ్యత్వమునకు ప్రతిబంధకములు అనేటువంటి యొక్క సత్యాన్ని జగత్తుకు చాటే నిమిత్తమై తాను ఈ విధముగా సర్వమును త్యజించాడు.
in order to demonstrate to the world and declare to the world that all wealth and prosperity are only an obstruction to divine life, he has undertaken this particular. త్యాగము చేతనే శివుడు సదానందుడుగా చిదానందుడుగా మారాడు. He has become Chidananda, a embodiment of joy and bliss by sacrifice alone. ഗിരിജ ഒരു ഭജന പാടണേ. ശംഭോ ശിവ ശങ്കര, ശംഭോ ശിവ ശങ്കര, ഗംഗാധര ഹര ഗൗരി ശിവ, ഗംഗാധര ഹര ഗൗരി ശിവ, ശംഭോ ശിവ ശങ്കര, ഹര ഹര മഹദേവ കൈലാസവാസ, ഹര ഹര മഹദേവ കൈലാസവാസ, പർത്തീശ പരമേശ പാഹി പ്രഭോ, പർത്തീശ പരമേശ പാഹി പ്രഭോ, ശംഭോ ശിവ ശങ്കര, ഗംഗാധര ഹര ഗൗരി ശിവ, ശംഭോ ശിവ ശങ്കര, ഹര ഹര മഹദേവ കൈലാസവാസ, പർത്തീശ പരമേശ പാഹി പ്രഭോ, പർത്തീശ പരമേശ പാഹി പ്രഭോ, ശംഭോ ശിവ ശങ്കര. സായിരാം. 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 സായി ഉപമ. ഒരുപാട് വർഷത്തെ കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് ഒരാൾ ഒരു പട്ടാളക്കാരനാകുന്നത്. ശ്രദ്ധാപൂർവം ചെയ്ത പരിശീലനങ്ങളുടെയും അച്ചടക്കത്തിന്റെയും ഫലമായിട്ടാണ് അയാൾക്ക് യുദ്ധഭൂമിയിൽ ധൈര്യവും ശാന്തതയും പ്രകടിപ്പിക്കുവാനാകുന്നത്. വളരെ നാൾ തീവ്രമായി പഠിച്ചതിനു ശേഷമാണ് ഒരാൾ പരീക്ഷ എഴുതുവാൻ പ്രാപ്തനാകുന്നത്. അതിന്റെ ഫലപ്രഖ്യാപനം പെട്ടെന്ന് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈശ്വരനാമം സ്മരിക്കുക എന്ന ശീലം ഓരോ ശ്വാസത്തിലും പരിശീലിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവസാന ശ്വാസത്തിൽ ഈശ്വര സ്മരണ ഉണ്ടാവുകയുള്ളൂ. ജയ സായിരാം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം.